അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നല്ല കിടിലൊരു മുറുക്ക് കേട്ടോ. കറുമുറ ചവച്ച് തിന്നാൻ പറ്റിയ നല്ല കിടിലൊരു മുറുക്ക്. അതിന് നമുക്കിവിടെ കുറച്ച് അരിപ്പൊടി, ജീരകം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഇട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ നെയ്യൊക്കെ ഉരുകി നല്ലപോലെ ആ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. കരിഞ്ചീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാനുള്ള അച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മാവൂട് നിറച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളുടെ അച്ചിനകത്ത് മാവൊക്കെ നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഇത് റെഡിയാക്കി കിട്ടണമെങ്കിൽ ഒരു വാഴയിലേക്കകത്ത് കുറച്ച് എണ്ണ തൂത്ത് അതിനകത്തോട്ടാണ് നമ്മൾ ഇത് മുറുക്കാക്കി എടുക്കുക. എന്നാലേ ഇത് നല്ലപോലെ ഇളകി വരത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇതേപോലെ ആക്കി എടുക്കണമെന്നില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കി എടുക്കുക. അപ്പോൾ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ ഇടാം. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കി ഇടാം. അല്ലെങ്കിൽ ചെറിയ മുറുക്ക് വേണമെങ്കിൽ ചെറിയൊരു റൗണ്ടാക്കി ഇടാം. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് ഷേപ്പിലാട്ടോ മുറുക്കൂടെ ഉണ്ടാക്കിയേ. അപ്പോൾ നമ്മളിവിടെ മുറുക്കെല്ലാം റൗണ്ട് ഷേപ്പിലാക്കി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉമ്മാരെ നേരെ എണ്ണയിലോട്ടിട്ട് വാർത്തും എടുക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല കിടിലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.